നമുക്ക് ഡേ 1 ആണ് കൊച്ചിയിലെ നാട്ടിലെ ഡേ 1 നമ്മളിന്ന് പോകുന്നത് കൊച്ചിയിലോട്ടാണ്. എറണാകുളം നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മുടെ അനിതി കൊച്ചിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവളുടെ കല്യാണത്തിന് ഇടാമ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ എടുക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെഡ്ഡിങ്ങിനും എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കും ഡേയ്സിനും. അപ്പോൾ ഈ ഒരു ലെഹങ്ക ഞാൻ ട്രൈ ചെയ്തു. എങ്ങനെയുണ്ട്? ഇതിൻ്റെ റേറ്റ് എറൗണ്ട് 12,000 ആയിരുന്നു. പക്ഷേ ഞാനത് അതുപോലെ തിരിച്ചു വെച്ചു. കാരണം 12,000 അത് വർത്തായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഇതൊക്കെ മിക്കവാറും 2 തവണ മാക്സിമം ഇടുമായിരിക്കും. ബില്ലെടുത്തൊന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പ് വന്നിട്ട് ഞങ്ങൾ ഹാർബർ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. UK നമുക്ക് ബാക്കിയെല്ലാം ഞങ്ങൾ അത്യാവശ്യമൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. സീ ഫുഡ് വളരെ കുറവാണ്. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മീനാണ്. കൊഴുവയൊക്കെ ഉണ്ടായിരുന്നു. കൊഴുവ പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ചെറിയ കൊഴുവയാണ് കേട്ടോ ഇഷ്ടം. എന്നാലും നല്ല ഫുഡായിരുന്നു. ഏറ്റവും നല്ലത് പ്രോൺസ് ആയിരുന്നു. അപ്പോൾ ഡേയ്സുവിൻ്റെ ഫേവറേറ്റ് ആക്ച്വലി കൊഴുവയാണ്. അതുകൊണ്ട് കൊഴുവ പറഞ്ഞു. ഞാൻ ഈ ഒരു ഫിഷ് പറഞ്ഞു. പിന്നെ നമുക്ക് പ്രോൺസ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല. നല്ലൊരു മീൽസ് കഴിച്ചു. നല്ല മീനുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ജയലക്ഷ്മി വന്നു. ഞാൻ കല്യാണത്തിന് സാരി ഉടുക്കണോ സൽവാർ ഇടണോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. കാരണം എനിക്കാണെങ്കിൽ സൽവാറോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഇടാനായിരുന്നു ഇഷ്ടം. പക്ഷെ പൊതുവെ സാരിയാണ് നമ്മളെല്ലാവരും കല്യാണത്തിന് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മമ്മിക്ക് ആഗ്രഹം ഞാൻ സാരി ഇടണമെന്നായിരുന്നു. ആ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ കുറച്ച് നേരം കറങ്ങി. പിന്നെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സൊക്കെ അപ്പോഴത്തേനും എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കുർത്താസും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. നാട്ടിൽ എന്തോരം ഓപ്ഷൻസ് ആണല്ലേ. നമുക്ക് UK ഈ ഒരു സെയിം സാധനം വാങ്ങിക്കണമെങ്കിൽ ഇതിന് ഡബിൾ പ്രൈസ് കൊടുക്കണം. ഇത്രയും ഓപ്ഷൻസും ഇല്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഫോറം മോളിലും സെൻട്രൽ സ്ക്വയറിലൊക്കെ പിന്നെ കറങ്ങി. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നത് യുണൈറ്റഡ് കോക്കനട്ടിലാണ്. നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഷെഫ് പിള്ളയുടെ ഒറിജിനൽ റെസ്റ്റോറൻറ്റ് നമ്മൾ പോയിട്ടുണ്ട്, ലൈമെറിഡിന് അകത്തുള്ളത്. ഇത് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ റാൻഡമായിട്ട് കണ്ടു കയറിയതാണ്. നല്ല ആംബിയൻസ് ആണ്. നല്ല രീതിയിലാണ് അവരെ ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും സീറ്റിങ്ങും ഒക്കെ ചെയ്തേക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കിച്ചൺ ആണെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ പോലത്തെ സെറ്റപ്പ് ആയിട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന അപ്പം, പൊറോട്ട, ചില്ലി ചിക്കൻ അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ നല്ലൊരു ചായയും കുടിച്ചു. നാട്ടിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ചേക്കുന്നത് ചായ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു പായസം വാങ്ങിച്ചു. എൻ്റെ ദൈവമേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് പായസം സ്വീറ്റ്സ് ഒന്നും കഴിക്കാനുള്ള ഒരു വയറില്ലായിരുന്നു. എന്നാലും നാട്ടിൽ വന്ന പായസം കുടിക്കണം എന്നുള്ള ഇതുകൊണ്ട് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കൊന്ന് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും നല്ല കൊഴുപ്പൊക്കെയുള്ള നല്ല പായസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയും പിന്നെ ബീഫ് കറിയായിരുന്നു. അങ്ങനെ മമ്മിയുടെ സ്പെഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കല്യാണത്തിന് ഇടാനുള്ളത് ഫൈനലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വൈക്കത്ത് നമ്മൾ വന്നതാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു സാരി എടുത്തു. ഇത് പെട്ടെന്നായിരുന്നു എൻ്റെ സെലക്ഷൻ കേട്ടോ. സാരി ഉടുക്കാം എന്ന് തീരുമാനിച്ചതിന് ശേഷം ഇവിടെ വന്നു. ഇതാണെങ്കിൽ എന്തോ ഒരു 2,000 3,000 താഴേക്ക് ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വിലയും ഇഷ്ടപ്പെട്ടു, കാണാൻ ഇഷ്ടമായി. അങ്ങനെ സാരിയാണ് കേട്ടോ ഞാൻ കല്യാണത്തിന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രെൻഡ്സിലൊക്കെ വന്ന് കുറച്ച് കുർത്തയൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പഫ്സും പഴംപൊരിയും കട്ട്ലറ്റും ഒക്കെ കഴിക്കാൻ വന്നേക്കാണ്. കൊച്ചാണെങ്കിൽ ഷേക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ മാവേലിക്കര അടുത്താണ്. അപ്പോൾ നമുക്ക് വൈക്കത്തുനിന്ന് ഒരു 2 hours ഓൾമോസ്റ്റ് ഡ്രൈവുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നാളെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലേദിവസത്തെ പരിപാടി, കല്യാണ തലേന്ന് പരിപാടി. അപ്പോൾ ഇന്ന് കുറേ ഫാമിലി എല്ലാം നമ്മൾ ഒരുമിച്ചുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളിത് അങ്ങോട്ട് പോവുകയാണ്.
പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കല്യാണ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തീരില്ല. നമുക്ക് ഷൂസ് വേണമായിരുന്നു. അപ്പോൾ അതേ ഇവിടെ വന്ന് ഷൂസൊക്കെ നോക്കി. പിന്നെ ഡേയ്സൂനാണെങ്കിലും നമ്മുടെ UK ഓഫീസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഷൂസും നാട്ടിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ചിലപ്പോൾ. പിന്നെ സാൻഡൽസൊക്കെ വാങ്ങിച്ചു. ഡേയ്സു വുഡ്ലാൻഡിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല കേട്ടോ ഇതിനെക്കാട്ടിലും എനിക്കിത് ഇഷ്ടമായില്ല. പക്ഷെ ഇത് ടൈറ്റാണോ? ഇത്തവണ ഞാൻ നാട്ടിൽ നിന്ന് 1-2 റെഡി ടു വെയർ സാരി വാങ്ങിച്ചു കേട്ടോ. കാരണം എനിക്ക് സാരി ഉടുക്കുന്നത് എല്ലാ സാരി അത്ര നീറ്റായിട്ട് ഉടുക്കാറില്ല. അതുകൊണ്ട് തന്നെ റെഡി ടു വെയർ ആകുമ്പോൾ കുറച്ച് ഈസി ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതെടുത്തു. അത് നമ്മളെടുത്തത് കല്യാണിയിൽ നിന്നാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇതിപ്പോൾ നമ്മുടെ കുടുംബ വീടാണ്. എൻ്റെ കുഞ്ഞപ്പയുടെയും കുഞ്ഞുമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഫംഗ്ഷനാണ്. പിന്നെ അറിയാമല്ലോ, നമ്മളെല്ലാവരും ഒത്തുവരുമ്പം കൂടിയിരുന്ന് സംസാരവും ചിരിയും ഇതൊക്കെയാണ്. കേക്ക് മുറിക്കാനുള്ള എന്താ പാടണോ? എന്ത് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വെൽക്കം ഡാൻസ് ഇല്ലയോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണ്ട തയ്യാറെടുപ്പൊക്കെ ചെയ്തു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ട് കഴിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഡിന്നറിന് നമുക്ക് ഫ്രൈഡ് റൈസും കറിയും പൊറോട്ടയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരമാണ് നമ്മുടെ ഇവിടുത്തെ കല്യാണ തലേന്ന്, അതായത് മധുരം വെപ്പ് ഫംഗ്ഷനുണ്ട്. അപ്പം അതിനിനിയും കൂടണം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കൂടുതൽ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.